നഗരഹൃദയത്തിൽ കോടികൾ ചെലവിട്ട് തൃപ്പൂണിത്തുറ നഗരസഭ പണിത 2 മാളുകൾ വർഷങ്ങളായി നോക്കുകുത്തിയായി ഇരിക്കുകയാണ്. ലേലത്തിൽ വെച്ചിട്ടും ഏറ്റെടുക്കാൻ ആളെത്താത്തതും വേണ്ടത്ര പഠനങ്ങളില്ലാതെ പദ്ധതികൾ ആരംഭിച്ചതുമാണ് വിനയായത്. ഇതോടെ മാൾ എന്ന ആശയത്തിൽ നിന്ന് മാറി കെട്ടിടം ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കി മാറ്റി. കെട്ടിടങ്ങൾ ഉടൻ വാടകയ്ക്ക് നൽകാനാണ് ഇപ്പോൾ നഗരസഭയുടെ നീക്കം. തൃപ്പൂണിത്തുറ നഗരസഭയിലുണ്ട് നിരവധി വെള്ളാന മന്ദിരങ്ങൾ. അതിലൊന്നാണ് ദായി കാണുന്ന TK രാമകൃഷ്ണൻ മെമ്മോറിയൽ മുനിസിപ്പൽ മാൾ. 5 വർഷം മുൻപ് 49,000 ചതുരശ്ര അടിയിൽ 8.5 കോടിയോളം രൂപ ചെലവഴിച്ച് നഗരസഭ നിർമ്മിച്ചതാണിത്. ഇപ്പോഴും ഇത് കാട് കയറി വെറുതെ കിടക്കുന്നു. മാറാലയും പൊടിയും കാടും കയറിക്കിടക്കുന്ന കോടികളുടെ മുതൽ പലയിടത്തും തുരുമ്പെടുത്തു. തിയേറ്റർ സംവിധാനമെല്ലാം ഉൾക്കൊള്ളിക്കാനാവുന്ന മാളിനാണ് ഈ ദുർവിധി. കെട്ടിടം ഇപ്പോൾ നഗരസഭയുടെ ബയോബിന്നുകളും മറ്റും സൂക്ഷിക്കാനുള്ള ഇടം. ഇത് മറ്റൊരു കെട്ടിടം, AG രാഘവ മേനോൻ മുനിസിപ്പൽ മാൾ. കോടികൾ ചെലവഴിച്ച് 2020ഓടെ നഗരസഭ നിർമ്മാണം പൂർത്തിയാക്കിയതാണ്. അവസ്ഥ തീർത്തും പരിതാപകരം. അവിടെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമുണ്ട്, നായകളുടെ അഴിഞ്ഞാട്ടമുണ്ട്. വളരെ ദയനീയമാണ് തൃപ്പൂണിത്തുറയിലെ സ്ഥിതിവിശേഷം. 15 കോടി രൂപ മുടക്കി ഉണ്ടാക്കിയ സ്ഥാപനം കൊണ്ട് തൃപ്പൂണിത്തുറ നിവാസികൾക്ക് ഒരു പ്രയോജനവുമില്ല എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. മാളെന്ന് പറയുന്ന സംവിധാനം തന്നെ സർക്കാർ സംവിധാനത്തിൽ വളരെ അപൂർവമാണ്. പ്രയോജനപ്പെടുത്താൻ കഴിയാത്തൊരു സാധനം ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു നഗരസഭ നിർമ്മിക്കുന്നത് തന്നെ വേണ്ടത്ര പഠനമില്ലാതെ ചെയ്തുകൊണ്ട് ഉള്ള പ്രശ്നമാണ്. മാളുകളുമായി ബന്ധപ്പെട്ട ബൈലോ സർക്കാർ പാസ്സാക്കുന്നതിനായി വന്ന കാലതാമസം ലേലം ചെയ്തു നൽകുന്നതിൽ ആദ്യം പ്രതിസന്ധി തീർത്തു. ലേലത്തിന് ബൈലോ തടസ്സമല്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ലേല നടപടികൾ തുടങ്ങിയത്. എന്നാൽ 42 ലക്ഷത്തിന് 2 തവണ ലേലത്തിൽ വെച്ചിട്ടും TK രാമകൃഷ്ണൻ മാൾ ഏറ്റെടുക്കാൻ ആളെത്തിയില്ല. എറണാകുളത്തെയും മറ്റും പോലെ വൻ ബിസിനസ് സാധ്യത മുന്നിൽ കണ്ടാണ് നഗരസഭ മാളിന് രൂപം നൽകിയത്. പദ്ധതി തുടങ്ങിയപ്പോൾ വേണ്ടത്ര പഠനമുണ്ടായില്ലെന്ന വിമർശനവും പിന്നീട് ശക്തമായി. ഇതിനിടെ വിഷയത്തിൽ LDF ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷ പ്രതിഷേധവും ഉണ്ടായി. മാളുകൾ മുറികളാക്കി മാറ്റി ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന നിലയ്ക്ക് വാടകയ്ക്ക് നൽകാനുള്ള നടപടികൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് നഗരസഭ. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് നമ്മുടെ ആ മാള് ഉദ്ഘാടനം നടന്നത്. ഒരു സിംഗിൾ പേഴ്സണാണ് അത് ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം അവർക്ക് സബ്മിറ്റ് ചെയ്യാമായിരുന്നു. ആ രീതിയിൽ നമ്മളത് ടെൻഡർ ഇടുകയും പക്ഷേ ആരും വരാതിരിക്കുകയും വീണ്ടും ഓഫർ ഇടുകയും എന്നിട്ടും ആരും വരാതിരുന്ന സാഹചര്യത്തിൽ കൗൺസിലിൽ നമ്മൾ യുനാനിമസായി തീരുമാനമെടുത്തുകൊണ്ട് ആ മാളിനെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കി കൊടുക്കുന്നതിനുള്ള തീരുമാനം എടുക്കുകയും അതിൻ്റെ ബൈലോ കൗൺസിൽ അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ തൃപ്പൂണിത്തുറ നഗരസഭാ പ്രദേശത്തുള്ള വിവിധ സർക്കാർ ഓഫീസുകളിൽ അത് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. കോവിഡ് വന്നതാണ് ഇത് ലേലത്തിൽ പോകാതിരിക്കാനുള്ള പ്രധാന കാരണമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. കാര്യങ്ങൾ ഇനിയും വൈകിയാൽ കെട്ടിടം പൂർണ്ണമായും നശിക്കുന്ന അവസ്ഥയുണ്ടാകും. മാൾ ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കണമെങ്കിൽ ഇനിയും ചെലവ് വരും. വാടകയ്ക്ക് പോയിരുന്നെങ്കിൽ ചുരുങ്ങിയത് മാസം 80 ലക്ഷം രൂപയെങ്കിലും വരുമാനം ലഭിക്കേണ്ട മാളുകളാണ് ഈ വിധം നശിക്കുന്നത്. പ്രതീക്ഷകളെല്ലാം വെള്ളത്തിലായി. ഉപകാരമാകുമെന്ന് പ്രതീക്ഷിച്ചവ ഉപദ്രവമായ അവസ്ഥയെന്ന് നാട്ടുകാർ. പൊതുപണം ഇങ്ങനെ പാഴാവുകയാണ്. വേണ്ടത് ചെയ്ത് ഇനിയെങ്കിലും കാര്യങ്ങൾ ട്രാക്കിലാക്കിയില്ലെങ്കിൽ ഈ കെട്ടിടങ്ങളൊക്കെ എന്നേക്കുമായി മറക്കുന്നതാകും നല്ലത്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം S. ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.